ഹലോ ഫ്രണ്ട്സ്, 2024 വളരെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട ഒരു സിനിമയുടെ പ്രഖ്യാപനമായിരുന്നു റംബാൻ എന്ന മൂവിയുടേത്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോ മുഴുവനും കണ്ട് കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത്. ചെമ്പൻ വിനോദ് തിരക്കഥയെഴുതി ജോഷി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രമായതിനാൽ തന്നെ മലയാള സിനിമാ പ്രേക്ഷകരും അതിലുപരി മോഹൻലാൽ ആരാധകരും ആവേശത്തിലായിരുന്നു. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയതു മുതൽ ഒരു കൈയിൽ ഹാമറും മറുകൈയിൽ ഗണ്ണുമായി ഒരു കാറിന്റെ മുകളിൽ മോഹൻലാൽ നിൽക്കുന്ന പോസ്റ്ററാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അത് കണ്ടതു മുതൽ മോഹൻലാൽ ആരാധകർ ആവേശത്തിലായിരുന്നു. എന്നാൽ ആ ആവേശത്തിന് അധിക നാൾ ആയുസുണ്ടായില്ല. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഈ ചിത്രത്തിൽ നിന്നും മോഹൻലാൽ പിന്മാറി എന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് റംബാൻ എന്ന മൂവി വലിയ ചർച്ചയായി. അതിന്റെ തിരക്കഥാകൃത്ത് തന്നെ പല കാര്യങ്ങളും വെളിപ്പെടുത്തി. ചിത്രം ഉപേക്ഷിച്ചിട്ടില്ല എന്നും മോഹൻലാലിന് പകരം മറ്റൊരു നായകൻ ഈ ചിത്രത്തിൽ വരുമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിച്ചു. എന്നാൽ ഇപ്പോൾ റംബാൻ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. മോഹൻലാലിന് പകരം സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ചിത്രത്തിൽ നായകനായി എത്തുമെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരോ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെന്റോ ഇതുവരെ വന്നിട്ടില്ല. എന്നിരുന്നാലും ചർച്ച കൊടുമ്പിരി കൊള്ളുകയാണ്. സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രി ആയതിനാൽ തന്നെ അദ്ദേഹത്തിന് പുതിയ ചിത്രത്തിൽ അഭിനയിക്കാൻ അനുമതിയില്ല. അദ്ദേഹത്തിന്റെ മുന്നേ പ്രഖ്യാപിച്ച ഒറ്റക്കൊമ്പൻ പോലുള്ള വലിയ സിനിമകൾ ഇപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങാതെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ഈ ചിത്രത്തിൽ നായകനായി എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ജോഷിയുടെ രണ്ടാം വരവിൽ ഹിറ്റ് സിനിമകളുമായിട്ടാണ് അദ്ദേഹം കുതിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചാർട്ടിൽ റംബാൻ എന്ന മൂവി ഉണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ വേണം. മോഹൻലാലും സുരേഷ് ഗോപിയുമല്ലാതെ മറ്റൊരു സ്റ്റാറിനെ നായകനാക്കി ചിത്രം സംഭവിക്കട്ടെ. അത് നമുക്ക് ആഘോഷിക്കാനുള്ള ഒരു വക തരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങളിൽ എത്ര പേർ ഈ ചിത്രം